ഹായ് ഓൾ. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. ഇപ്പൊ നമ്മുടെ കേരറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. കാറ്റഗറി 2 പാർട്ട് 2 മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ടെന്റേറ്റീവ് ആൻസർ കീ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും വേഗം ആൻസേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വേഗം പ്രിപ്പയർ ചെയ്ത ഒരു കീ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഉറപ്പായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ അത് പിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 91 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളവുമായിട്ട് പാർട്ട് 2 മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 90 ആദ്യം എന്ന് പറയുന്ന ഒരു ഗദ്യഭാഗമാണ്. ഗദ്യം വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആശാനെ നിയോ ക്ലാസിക് ഭാഗവത്തോട് അടുപ്പിച്ച വസ്തുത എന്താണ്? ക്ലാസിക്കൽ ശൈലി, കൃത്രിമമായ കാവ്യശൈലി, സംസ്കൃത ഭാഷാ പാണ്ഡിത്യം, എഴുത്തിലെ പാണ്ഡിത്യ പ്രകടനം. അതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, സംസ്കൃത ഭാഷാ പാണ്ഡിത്യമാണ്. 92ാമത്തെ ചോദ്യം. കാൽപ്പനികതയുടെ ദുർബലമായ സാന്നിധ്യമുള്ള കൃതികളെന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെയൊക്കെ രചനകളെയാണ്? കുമാരനാശാൻ, ഉള്ളൂര്, വള്ളത്തോൾ കുമാരനാശാൻ, AR ഉള്ളൂര്, ഉള്ളൂർ വള്ളത്തോൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉള്ളൂർ വള്ളത്തോൾ. അടുത്ത 93ാമത്തെ ചോദ്യം. നിയോ ക്ലാസിസത്തിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? കാവ്യത്തിൽ അടങ്ങിയിട്ടുള്ള ധാർമ്മികോദ്ബോധനം, പൂർവികമായതിനെ ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യുക, പ്രബോധനപരതയോടും വ്യവസ്ഥാപിത ശൈലിയോടുമുള്ള എതിർപ്പ്, എഴുത്തിലെ പാണ്ഡിത്യ പ്രകടനം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, പ്രബോധനപരതയോടും വ്യവസ്ഥാപിത ശൈലിയോടുമുള്ള എതിർപ്പാണ് ഉത്തരമായിട്ട് ഓപ്ഷൻ സി ആണ്. അടുത്ത 94ാമത്തെ ചോദ്യം. നിയോ ക്ലാസിക് ശീലങ്ങളിലേക്ക് മലയാള കവിതയെ എത്തിച്ചത് എന്താണ്? രചനാശില്പവും സാങ്കേതിക ഭദ്രതയും, സംസ്കൃത ഭാഷയുമായുള്ള ബന്ധവും സമ്പർക്കവും, ക്ലാസിക്കൽ വീക്ഷണവും ശൈലിയും, രൂപപരമായ പൊലിമയും വീണ്ടെടുപ്പും. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, സംസ്കൃത ഭാഷയുമായുള്ള ബന്ധവും സമ്പർക്കവും. അടുത്ത 95ാമത്തെ ചോദ്യം. കുമാരനാശാനെ കാൽപ്പനികനാക്കി തീർത്ത വസ്തുത എന്താണ്? വ്യക്തിത്വത്തിലെ അന്തസംഘർഷവും ദുരന്തബോധവും, സംസ്കൃത ഭാഷാ പാണ്ഡിത്യം, നിയോ ക്ലാസിസത്തിൽ ലഭിച്ച ശിക്ഷണം, വള്ളത്തോളുമായുള്ള ഗാഢ സൗഹൃദം. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്, വ്യക്തിത്വത്തിലെ അന്തസംഘർഷവും ദുരന്തബോധവും. അടുത്ത 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾക്കായിട്ട് ഒരു പദ്യഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 96ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സഹ്യപർവ്വത സാനുക്കളെ കുലുക്കിയ മത്തദ്വിരതം എന്താണ്? മതയാന, കാർമേഘം, കരിവണ്ട്, ചന്ദനമരങ്ങൾ. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, കാർമേഘം. 97ാമത്തെ ചോദ്യം. കരകളെ തമ്മിൽ ബന്ധിപ്പിച്ച് മനുഷ്യരെ തമ്മിൽ ഇണക്കുന്നത് ആരാണ്? കപ്പലുകൾ, ചകിരിനാരുകൾ, എറയച്ചാലുകൾ, കൊടുങ്കാറ്റുകൾ. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്, കപ്പലുകൾ. 98. കവി കേരളത്തെ അഭിനന്ദിക്കുന്നത് എന്തിനാണ്? മതയാനകളുടെ ബാഹുല്യം കൊണ്ട്, സഹ്യപർവ്വതമുള്ളത് കൊണ്ട്, മതയാനെ തളയ്ക്കുന്നത് കൊണ്ട്, കൈവേലയുടെ മിടുക്കുകൊണ്ട്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, കൈവേലയുടെ മിടുക്കുകൊണ്ട്. 99ാമത്തെ ചോദ്യം. പടുകൂറ്റൻ ജലജീവികളായി കവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ചകിരിക്കയറിനെ, പായ്ക്കപ്പലിനെ, കടലിൽ നിന്ന് കാണുന്ന കരയെ, ചിറകു വിരിച്ച പക്ഷിയെ. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, പായ്ക്കപ്പലിനെ. അടുത്ത 100ാമത്തെ ചോദ്യം. കടലിന്റെ ശീലം എന്ന് കവി കരുതുന്നത് എന്തിനെയാണ്? കൊടുങ്കാറ്റിനോട് മത്സരിക്കുക, കരകളെ ദൂരത്തേക്ക് തള്ളി മാറ്റുക, എറയച്ചാലുകൾ കടക്കുക, പായ്ക്കപ്പലുകളെ കര കാണിക്കാതിരിക്കുക. അതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, കരകളെ ദൂരത്തേക്ക് തള്ളി മാറ്റുക. അടുത്ത 101ാമത്തെ ചോദ്യം. നിഷ്പ്രയോജനമായ വിഷയത്തിൽ പ്രയത്നിക്കുക എന്ന ആശയത്തിന് യോജിച്ച ശൈലി ഏതാ? പത്തായം പെറുക്കുക, പന്തിരാം പയറ്റ്, പത്തൽ രാഷ്ട്രീയം, പതിരിനു വട്ടി പിടിക്കുക. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പതിരിന് വട്ടി പിടിക്കുക. 101ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 102. പ്രതിഭാധനരായ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ യോജിച്ചത് ഏതാണ്? പഠിക്കാനുള്ള കവിതയെ അടിസ്ഥാനമാക്കി ഹ്രസ്വ സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, അധ്യാപിക നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു, അധ്യാപികയുടെ നിർദ്ദേശമനുസരിച്ച് സെമിനാർ റിപ്പോർട്ട് എഴുതുന്നു. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, പഠിക്കാനുള്ള കവിതയെ അടിസ്ഥാനമാക്കി ഹ്രസ്വ സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. അടുത്ത 103ാമത്തെ ചോദ്യം. ഒന്നോ അതിലധികമോ സാംസ്കാരിക ചുറ്റുപാടുകളിൽ വിലമതിക്കാനിടയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനോ ഉള്ള ശേഷിയെ ബുദ്ധി എന്ന് വിളിച്ചത് ആരാണ്?
ഗാൾട്ടൺ, ജോൺ ഡൂയി, ഹൊവാർഡ് ഗാർഡ്നർ, ഡാനിയൽ ഗോൾമാൻ. ആരാണ്? ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആരുടെ പേരാണ് വരുന്നത്? ഹൊവാർഡ് ഗാർഡ്നർ ആണ് അല്ലെ. അടുത്തത് 104-ാമത്തെ ചോദ്യം. വിശകലനപര ചിന്ത, ഉൾക്കാഴ്ചാപര ചിന്ത എന്നീ രണ്ട് നിലകളിലാണ് പ്രശ്നപരിഹരണവും അറിവ് സ്വായത്തമാക്കലും നടക്കുന്നതെന്ന് പ്രസ്താവിച്ചത് ആര്? ഗ്യാഗ്നെ, ജെറോമിസ് ബ്രൂണർ, ബെഞ്ചമിൻ ബ്ലൂം, BF സ്കിന്നർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ജെറോം എസ് ബ്രൂണർ ആണ്. 105-ാമത്തെ ചോദ്യം. അരി എത്ര പറയഞ്ഞാഴി എന്ന പഴഞ്ചൊല്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? അരിയുടെയും പയറിന്റെയും കണക്കിനെ, അരിയും പയറും തമ്മിലുള്ള ബന്ധത്തെ, അളവിന്റെ തുല്യതയെ അസംബന്ധം പറയുന്നു. അരി എത്ര പറയഞ്ഞാഴി എന്ന് പറയുമ്പോൾ അതാണ് അസംബന്ധം പറയും. കുലബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ 105-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 106-ാമത്തെ ചോദ്യം. സ്വയം ഭാഷണത്തെ സംബന്ധിച്ച് വൈഗോട്സ്കിയുടെ നിലപാടിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏത്? പ്രവർത്തനങ്ങളുടെ അകമ്പടിയായിട്ടാണ് സ്വയം ഭാഷണം ഉള്ളത്. സ്വയം ഭാഷണം അസ്തമിച്ചതിന് ശേഷമാണ് സാമൂഹിക ഭാഷണം തുടങ്ങുന്നത്. ചിന്തയുടെയും ഭാഷയുടെയും വികാസം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക്, ചിന്തയുടെയും ഭാഷയുടെയും വികാസം സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വയം ഭാഷണം അസ്തമിച്ചതിന് ശേഷമാണ് സാമൂഹിക ഭാഷണം തുടങ്ങുന്നത്. അടുത്ത 107-ാമത്തെ ചോദ്യം. വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പദം ഏത്? വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വാസ്യൻ, വിശ്വരൂപൻ. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, വിശ്വസ്തൻ. ആ രണ്ട് വിശ്വസ്തൻ എയും ബിയും കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. രണ്ടാമത്തെ വിശ്വസ്തൻ എന്താണ്? നമ്മള് ഒരാളെ എന്താണ് അന്ധമായിട്ട് വിശ്വസിക്കുക അല്ലെ, ഒരാളെ ആ വിശ്വസ്തനാണ് ഓപ്ഷൻ ബി വരുന്നത്. നമ്മുടെ ഉത്തരം ഏതാണ്? വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. 108-ാമത്തെ ചോദ്യം. ചുവടെ നൽകിയവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായ പദമേത്? വരികില്ല, പോകരുത്, വിലസിന, കടപ്പുറം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, വിലസിന. അടുത്ത 109-ാമത്തെ ചോദ്യം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലാസ്സിൽ ചർച്ചാ രീതി അവലംബിക്കുമ്പോൾ അധ്യാപിക കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏതിനാണ്? പങ്കാളിത്തം കുറഞ്ഞ പഠിതാക്കളെ ഒഴിവാക്കുന്നതിന്, അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്, വാദപ്രതിവാദങ്ങൾക്കായി കൂടുതൽ സമയം മാറ്റിവെക്കുന്നതിന്, ഓരോ പഠിതാവിന്റെയും ബൗദ്ധിക നിലവാരമനുസരിച്ച് ചർച്ചയിലെ വിവിധ അംശങ്ങളെ ക്രമപ്പെടുത്തുന്നതിന്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓരോ പഠിതാവിന്റെയും ബൗദ്ധിക നിലവാരമനുസരിച്ച് ചർച്ചയിലെ വിവിധ അംശങ്ങളെ ക്രമപ്പെടുത്തുന്നതിന്. ഓക്കെ. 110-ാമത്തെ ചോദ്യം. മുല്ലപ്പൂവ് എന്നതിലെ സമാസം ഏതാണ്? ദ്വന്ദ്വസമാസം, ബഹുവ്രീഹി, ദ്വിഗുസമാസം, തത്പുരുഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, തത്പുരുഷ സമാസമാണ്. 111-ാമത്തെ ചോദ്യം. വിദ്യാർത്ഥികളിൽ ശ്രവണ നൈപുണി വികസിപ്പിക്കുന്നതിനായി അധ്യാപികയ്ക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണ്? വ്യത്യസ്ത സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രവണ സാഹചര്യങ്ങൾ ഒരുക്കുക, വിദ്യാർത്ഥികളുടെ ശ്രവണ സാഹചര്യങ്ങൾ കുറച്ചുകൊണ്ടുവരിക, വിദ്യാർത്ഥികളോട് നിരന്തരമായി സംസാരിക്കുക, ഭാഷാപരമായ കഴിവുകളിൽ നിന്നും ശ്രവണത്തെ വേർതിരിച്ചു കാണുക. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. വ്യത്യസ്ത സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രവണ സാഹചര്യങ്ങൾ ഒരുക്കുക. 112-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? വൈകുണ്ഠം അല്ലെ. വൈകുണ്ഠം 4 തരത്തിൽ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 113-ാമത്തെ ചോദ്യം. യൂണിറ്റിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠന നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ ഏത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, നിരന്തര വിലയിരുത്തൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പഠനത്തെ വിലയിരുത്തൽ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? നീർ, വാരി, വന്നി, അമ്പു. ഇതിൽ നീർ, വാരി, അമ്പു ഇതെല്ലാം എന്താണ്? ജലത്തിന്റെ പര്യായമായിട്ട് വരുന്ന പദങ്ങളാണ്. വന്യാണ് ഉത്തരമല്ലാതെ വരുന്നത്. വന്നി എന്താണ്? അഗ്നി, തീ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ഓക്കെ. 114-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 115. ചുവടെ തന്നിരിക്കുന്ന വരികൾക്ക് യോജിക്കാത്ത ചൊൽ വടിവുള്ള വരികൾ ഏതാണ്? ഒരേ താളത്തിൽ വരുന്ന വരികൾ ഏതാണെന്ന് പറഞ്ഞാൽ മതി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ, തൻ ഭാഷ താൻ. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാളിന്തി മാതിരി കാണുന്നു നീരവ, നീലവിശാല നിശാകാശം. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. 116-ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ കുട്ടികളുടെ ലേഖന നൈപുണി, സ്കിൽ ഓഫ് യൂസിംഗ് ബ്ലാക്ക് ബോർഡ് വിലയിരുത്തുന്ന അധ്യാപിക താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ശാരീരിക ചലനങ്ങൾ ഉചിതമായി ഉപയോഗപ്പെടുത്തുന്നതിന്, സംഭാഷണ വ്യതിയാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്, വ്യക്തമായ അക്ഷരങ്ങൾ എഴുത്തിൽ പ്രകടമാക്കുന്നതിന്, വാചിക ദൃഷ്ടി കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നതിന്. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്.
വ്യക്തമായ അക്ഷരങ്ങൾ എഴുത്തിൽ പ്രകടമാക്കുന്നതിന്. 117ാമത്തെ ചോദ്യം, 2023 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഭൂപടം തലതിരിയുമ്പോൾ ഒരു അന്വേഷണത്തിന്റെ കഥ, ഇ ഫോർ ഈഡിപ്പസ്, ആംചെ ബസ്തർ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ, ഭൂപടം തലതിരിക്കുമ്പോൾ. അതാണ് 2023 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. ഓക്കെ, 118ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളതിൽ മൂല്യനിർണയത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ തിരിച്ചറിയുക, നേടിയ സ്കോറുകളെ അടിസ്ഥാനമാക്കി കുട്ടികളെ തരംതിരിക്കുക, പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾ എത്രത്തോളം പഠിതാവ് ആർജിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുക, പഠന ബോധന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കുക. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, നേടിയ സ്കോറുകളെ അടിസ്ഥാനമാക്കി കുട്ടികളെ തരംതിരിക്കുക. 119ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിൽ പരീക്ഷയുണ്ട്. ബസ്സിനുള്ളിൽ പുകവലിക്കുകയും കയ്യോ തലയോ പുറത്തിടുകയോ ചെയ്യരുത്. സമ്മേളനത്തിൽ ഏകദേശം 5000-ഓളം പേർ പങ്കെടുത്തു. അവൾ സാധാരണ 8 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിൽ പരീക്ഷയുണ്ട് അല്ലെ. അപ്പൊ ബസ്സിനുള്ളിൽ പുകവലിക്കുകയോ കൈതല പുറത്തിടുകയോ ചെയ്യരുത്, അങ്ങനെയല്ല, അത് തെറ്റാണ്. സമ്മേളനത്തിൽ ഏകദേശം 5000-ഓളം പേർ പങ്കെടുത്തു. ഏകദേശവും 5000-ഓളവും രണ്ടും കൂടി വേണ്ട, അതും തെറ്റാണ്. അവൾ സാധാരണ 8 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. സാധാരണയും പതിവും കൂടി വേണ്ട അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അവസാന ചോദ്യം, കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ഈ വരികൾ ആരുടേതാണ്? അയ്യപ്പ പണിക്കർ, കുഞ്ഞുണ്ണി മാഷ്, ചങ്ങമ്പുഴ, ഇടപ്പള്ളി രാഘവൻ പിള്ള. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കുഞ്ഞുണ്ണി മാഷ്. ഓക്കെ, അപ്പോ ഇത്രയും 90 മുതൽ 120 വരെയുള്ള കേറ്ററ്റ് കാറ്റഗറി 2 പാർട്ട് 2 മലയാളമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.